രാത്രി ലൈവില് ജാസ്മിൻ അവിടെ കിടന്ന് ജയിലിന്റെ ഉള്ളിൽ കിടന്ന് കാണിച്ചു കൂട്ടിയത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ വയലന്റ് ആയ പോലെയാണ് ജാസ്മിൻ അവിടെ ജയിലിന്റെ ഉള്ളിൽ കിടന്ന് കാണിച്ചു കൂട്ടിയത്. സിബിനെയും ജിൻഡോയും പ്രവോക്ക് ചെയ്തുകൊണ്ട് ജയിലിനുള്ളിൽ കിടന്ന് കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു ജാസ്മിൻ. ആ സമയത്ത് അവിടെ അഭിഷേകും ഇവരൊപ്പം ഉണ്ട്. അഭിഷേക് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിന്റെ അടുത്ത് ട്രയാങ്കിൾ ഇഷ്ടമാണോ ജാസ്മിനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ. അല്ല, നീ ഇത് ചോദിച്ചത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നീ ചോദിച്ചത് എന്ന് തോന്നുന്നു എന്ന് അഭിഷേകിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. ആ സമയത്ത് അഭിഷേക് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ഗബ്രി വന്നിട്ട് ജാസ്മിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജാസ്മിൻ ഇക്കാര്യം പറഞ്ഞു എന്ന് തോന്നുന്നു. അതിനുശേഷം ഗബ്രി വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അഭിഷേകിനെ കാണിച്ചുകൊണ്ട് ട്രയാങ്കിൾ എന്ന് കാണിച്ചുകൊണ്ട് ട്രയാങ്കിൾ എന്ന് പറയുകയും ഫ്ലൈയിങ് കിസ് കൊടുക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ വാതിലിന്റെ അവിടെ നിന്നിട്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ട്രയാങ്കിൾ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ കളിയാക്കി പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്. ആ സമയത്ത് അഭിഷേക് ഒന്നും മിണ്ടുന്നില്ല. ഇവർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അഭിഷേകിനോടായിട്ടാണ് ഗബ്രി പറയുന്നത് ട്രയാങ്കിളിനെ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് അഭിഷേക് ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് അവിടെ ഗബ്രി പറയുന്നുണ്ട് ട്രയാങ്കിളിനേക്കാളും നല്ലത് ഇവിടെ പോളിഗണാണ്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പോളിഗൺ. പക്ഷേ അതെന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോളിഗൺ അല്ലേ ചോദിക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത്. ആ സമയത്ത് അഭിഷേക് ഒരു അക്ഷരം ഗബ്രിയുടെ അടുത്ത് തിരിച്ചു പറയാതെ ഇങ്ങനെ അന്തം വിട്ടിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എന്താണ് പോളിഗൺ എന്ന് ആലോചിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അഭിഷേക് ഒരു അക്ഷരം മിണ്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന്റെ വായിലും വല്ല പഴം കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. വലിയ കാര്യത്തിൽ ജാസ്മിന്റെ അടുത്ത് ട്രയാങ്കിൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ച അഭിഷേകിനെ പിന്നീട് ഗബ്രി വന്നിട്ട് ട്രയാങ്കിളിനെ കൊടുക്കാണ് എന്തേന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഫ്ലൈയിങ് കിസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിന് ഒരു ഉത്തരം പറയാനായിട്ട് അഭിഷേകിന് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പോളിഗൺ ആണെന്ന് പറഞ്ഞപ്പോഴും അഭിഷേക് അന്തം വിട്ട് ഗബ്രീനെ നോക്കാം എന്നല്ലാതെ ഗബ്രിയുടെ അടുത്ത് ഒരു മറുപടി, ആ വായിൽ പഴം ഒന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് ഒരു മറുപടി അഭിഷേക് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഗബ്രിയുടെ അടുത്ത് പിടിച്ചു നിൽക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു അക്ഷരം ഇണ്ടാതെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അഭിഷേകിന്റെ അടുത്ത് നന്ദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജിൻഡോയും ഉണ്ടായിരുന്നില്ല, സിബിനും ഉണ്ടായില്ല. അപ്പൊ ജിൻഡോയും സിബിനും ഉണ്ടായാൽ മാത്രമേ അഭിഷേകിന്റെ വായിൽ നിന്ന് വാചകം വീഴുള്ളൂ, അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ നന്ദന മാത്രമാണ് ഇരുന്നിരുന്നത്. ഈ ഗബ്രി പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന വെറും പൊട്ടനെ പോലെ ഇരിക്കുന്ന അഭിഷേകിനെയാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അഭിഷേക് വലിയ സംഭവമാണെന്നൊക്കെ മുമ്പ് തോന്നിയിരുന്നെങ്കിലും ഇപ്പൊ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണെന്ന് എനിക്ക് ഇതിൽ നിന്ന് ലൈവിൽ മനസ്സിലായ ഒരു കാര്യമാണ്. ഇതുപോലെ കളിയാക്കി അവിടെ റിപ്ലൈ ഗബ്രി കൊടുത്തോണ്ടിരുന്നപ്പോ ആ ചോദിച്ച ഉഷാറ് പിന്നീട് ഗബ്രി വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാൻ ഒരു മറുപടി ഇല്ലാണ്ട് പോയല്ലോ അഭിഷേക്.